ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓവൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി പിസയ്ക്കുള്ള മാവ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അത് സോക്ക് ചെയ്ത് വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അത് അങ്ങനെ തന്നെ വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതാ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മൈദ ഞാൻ പകുതി ഈ വെള്ളത്തിലോ പകുതി ഓയിലുമാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ മൈദ എല്ലാം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് മൂടി വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിൽ എവിടെയോ വെള്ളം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല പോലെ പൊട്ടി തെറിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായം തേച്ച് പിടിപ്പിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കൻ പീസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു ഭാഗം പാകമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ 2 ഭാഗവും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഊരി മാറ്റാം. നല്ല പോലെ മരിഞ്ഞ് വരരുത് കേട്ടോ, ഒരു സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പം ഞാനിതാ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള 3 കളറ് ക്യാപ്സിക്കമാണിത്. ഇത് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ വേണ്ടത് പിസ്സ സോസാണ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഇത് പോയി കാണാം. അപ്പോൾ പിസ്സയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഇതാവുമ്പോൾ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാം. ഞാനിതാ മാവ് നല്ല പോലെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാനിൽ വെച്ചൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഗ്യാസ് ഓണാക്കി ഞാനിതൊരു പരന്ന പാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പാൻ ചൂടായതിന് ശേഷം നമുക്ക് പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ടിട്ട് തന്നെ ഇത് വലിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഈ മാവിൻ്റെ ഒരു ഭാഗം ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. മാവിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിസ്സ സോസാണ് കേട്ടോ. പിസ്സ സോസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നതിനുള്ള മെയിൻ ഘടകമാണ് കേട്ടോ ഈ പിസ്സ സോസ് എന്ന് പറയുന്നത്. അപ്പോൾ സോസ് ഞാൻ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സാധാ സ്ക്വയർ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലായിടത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ പീസും വെച്ച് കൊടുക്കാം. ടോപ്പിലായിട്ട് കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കാം. പിസ്സയുടെ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 40-45 മിനിറ്റ് നേരം വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇതാ ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പിസ്സ റെസിപ്പി. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.